അർജന്റീനയുടെ കളിയുടെ പേരിൽ കലൂർ സ്റ്റേഡിയം സ്പോൺസർക്ക് കൈമാറിയത് കായിക മന്ത്രി പറഞ്ഞിട്ടെന്ന് തെളിയിക്കുന്ന രേഖ 24 ഇപ്പോൾ പുറത്തുവിടുകയാണ്. കായിക മന്ത്രി വി അബ്ദുറഹ്മാന്റെ ഒറ്റ വാക്കിലാണ് GCDA സ്റ്റേഡിയം സ്പോർട്സ് കേരള ഫൗണ്ടേഷന് കൈമാറിയത്. SKF പിന്നാലെ സ്പോൺസർക്ക് കരാറില്ലാതെ സ്റ്റേഡിയം വിട്ടു നൽകി. കായിക വകുപ്പിന്റെ നിർദ്ദേശം 24 ഇപ്പോൾ പുറത്തുവിടുന്നു. മന്ത്രി പറഞ്ഞത് എല്ലാം സ്പോൺസറോട് ചോദിക്കൂ, എല്ലാം സ്പോൺസറാണ് ചെയ്യുന്നത് എന്ന തരത്തിലായിരുന്നു. എല്ലാം ഈ മത്സരത്തെ കുറിച്ചാണെങ്കിൽ, കരാറ് പൊളിഞ്ഞതിനെ കുറിച്ചാണെങ്കിൽ, എല്ലാത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ മന്ത്രി പറയുന്നത് ഒറ്റ കാര്യമാണ്. പക്ഷേ ഇതിനെല്ലാം പിന്നിൽ മന്ത്രി എന്ന് തെളിയിക്കുന്ന രേഖയാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് ഈ സ്ക്രീനിൽ തന്നെ കാണാൻ സാധിക്കുന്നത്. കാരണം മന്ത്രിയുടെ ഒരൊറ്റ വാക്കിലാണ് ഈ സ്റ്റേഡിയം ഒരു കരാർ പോലും ഇല്ലാതെ വിട്ടുകൊടുക്കാൻ തയ്യാറായത്. SKF സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ, അത് സർക്കാരിൻ്റെ കീഴിലുള്ള പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിനാണ് ഈ മത്സര നടത്തിപ്പിന്റെ പ്രധാനമായിട്ടുള്ള ചുമതല ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതുവഴി സ്പോൺസർക്ക് സ്റ്റേഡിയം കൈമാറാൻ അവർ നൽകിയ GCDAക്ക് നൽകിയ കത്തും അതുമായി ബന്ധപ്പെട്ട അവർ നൽകിയ മറുപടിയും അടങ്ങുന്നതാണ് രേഖകളാണ് നമ്മൾ പുറത്തുവിടുന്നത്. മന്ത്രി ഇത്ര നാളും പറഞ്ഞത് തനിക്കൊന്നും അറിയില്ല, എല്ലാം സ്പോൺസർ എന്ന തരത്തിലായിരുന്നു. എന്നാൽ അതല്ല, മന്ത്രിക്ക് കൃത്യമായ റോളുണ്ട്, മന്ത്രിയാണ് എല്ലാം എന്നുള്ള തരത്തിൽ തന്നെയാണ് ഈ രേഖകൾ വ്യക്തമാക്കുന്നത്. അതും മന്ത്രി ഒറ്റ വാക്കിൽ പറയുന്നതോടുകൂടി ഒരു രേഖയോ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. GCDA എന്തോ വലിയ സംഭവം വരാനിരിക്കുന്ന തരത്തിൽ കണ്ണ് മഞ്ഞളിച്ച് അത് സ്റ്റേഡിയം കൈമാറുന്നു. അതിനകത്ത് കരാറില്ല, മറ്റു കാര്യങ്ങളൊന്നും തന്നെയില്ല. കരാറുണ്ടാക്കി എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിവരം കിട്ടുന്നത്. പക്ഷേ ആ കരാറിൽ ഇതുവരെ ഒപ്പുവെച്ചിട്ടില്ല എന്നുള്ള ഒരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള കളി, ഇല്ലെങ്കിൽ മെസ്സിയെ വെച്ച് അർജന്റീനൻ ടീമിനെ വെച്ച് വലിയൊരു കൊള്ളയ്ക്ക് തന്നെയാണ് കായിക കേരളത്തെ പറ്റിച്ചുകൊണ്ടുള്ള ഒരു കാര്യത്തിന് തന്നെയാണ് ശ്രമം നടത്തിയത്. അതിൽ കായിക മന്ത്രിയുടെ റോൾ ഒരു തരത്തിലും നമുക്ക് എഴുതിത്തള്ളാനാവില്ല. നമ്മൾ പറയുന്നത് പോലെ തന്നെ എല്ലാം മന്ത്രിയുടെ കളി എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത്.